ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ടീ കപ്സ് ആണ്. നല്ല ചായ, സ്നാക്സ്, ജ്യൂസ് എല്ലാ ഐറ്റംസും ഉണ്ട്. ഏവർക്കും ഹരിപ്പാടൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എറണാകുളത്ത് സൗത്ത് സ്റ്റേഷന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം ഇന്നൊരു പ്രത്യേക വ്ളോഗ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്. ട്രെയിനുകൾ വടക്കാഞ്ചേരിയിലെ ട്രാക്കിലൊക്കെ വെള്ളം കയറിയിട്ട് ട്രെയിനുകളൊക്കെ ലേറ്റാകുന്നു. ഇത് നമ്മൾ സൗത്ത് സ്റ്റേഷനിൽ നിന്ന് മെട്രോയിലേക്ക് വേണ്ട മെട്രോ ആണ് ഈ കാണുന്നത്. മോളിക്കട പോകുന്ന മെട്രോ ആണ്. ഇവിടുത്തെ ഒരു കാഴ്ച, ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വെള്ളം കയറിയിട്ട് നടന്നു പോലും മനുഷ്യന് പോകാൻ വയ്യാത്ത ഇതുണ്ടോ, വെള്ളമാണ് ഇവിടെ എല്ലാം. അപ്പോൾ ഇവിടുത്തെ എറണാകുളത്തെ ചില കാഴ്ചകളൊക്കെ കാണും. മെട്രോ മോളിക്കടെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അങ്ങനെ എറണാകുളത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം സൗത്തിൽ വന്നു കഴിഞ്ഞാൽ മെട്രോ ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് എവിടേക്ക് വേണമെങ്കിലും തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകണമെങ്കിലും മെട്രോ ഉണ്ട്. അതുപോലെ MG റോഡ്, അതുപോലെ നോർത്തിലേക്ക് ആലുവ വരെ മെട്രോയിൽ പോവാം. അപ്പം നമുക്കൊരു ഓട്ടോ, ഈ മഴയൊക്കെ ആണെങ്കിൽ ഓട്ടോക്കാരൊക്കെ ഭയങ്കര ചാർജൊക്കെ വാങ്ങിക്കും. അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ മെട്രോ ഒരു ഭയങ്കര ഉപകാരമാണ്. ഈ സൈഡിലൊക്കെ കണ്ട കടകളാണ്. ചെറിയ കച്ചവടക്കാരിവിടെ ഇങ്ങനെ നിറഞ്ഞേക്കുവാണ്. അപ്പം ആ കച്ചവടക്കാരുടെയൊക്കെ ഈ മഴയത്തുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ സാധനമൊന്നും പർച്ചേസ് ചെയ്തൊക്കെ പോകും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം. കണ്ടോ, ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. സ്റ്റോറുണ്ട്. മെട്രോയുടെ താഴെയൊക്കെ ഇപ്പോൾ കടകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേർക്ക് നമുക്കിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള നോ പാർക്കിംഗ് ബോർഡുണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ 2 വീലർ പാർക്കിംഗ് ഉണ്ട്. മെട്രോയുടെ തന്നെ അവർക്ക് ഭയങ്കര വരുമാനമാണ്. ഇതിൻ്റെ താഴെയൊക്കെയുള്ള ഇതിൽ വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം മിൽമയുടെ ബൂത്തുണ്ട് ഇവിടെ. എന്നും ഒരേ ടൈപ്പ് വ്ളോഗ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ടീ കപ്സ് എന്ന് പറഞ്ഞൊരു കോഫി സ്നാക്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. എന്നും ഒരേ ടൈപ്പ് വ്ളോഗ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ടീ കപ്സ് എന്ന് പറഞ്ഞൊരു കോഫി സ്നാക്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. നമുക്ക് ഇവിടുന്ന് തണുപ്പൊക്കെ അല്ലേ, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം. ഒരു ചായ അടിക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു ചായ വാങ്ങിക്കാം. മഴയൊക്കെ അല്ലേ, അത് ചൂടാക്കാം അല്ലേ, ചായയൊക്കെ അടിച്ച് മെട്രോ ഇവിടുന്ന്. എല്ലാവരും മഴയൊക്കെ ആയതുകൊണ്ട് രാവിലത്തെ യാത്ര ഇവിടുന്ന് നല്ല ചൂട് ചായയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ച് പോകാനുള്ള പരിപാടികളൊക്കെയാണ്. വേണ്ട ജ്യൂസ് ഐറ്റംസ് ഫ്രണ്ടിലുണ്ട്. മെട്രോ ആണ് ഈ കാണുന്നത്. മെട്രോയുടെ തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ 2-3 കടകളുണ്ട്. ഇങ്ങനെ ഈ ചെറിയ കിയോസ്ക് മാതിരി കൊടുത്തിട്ടുണ്ട്. വേറെ ഏത്തക്കപ്പം, വട, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. സ്നാക്സ് എന്തൊക്കെയാണ്? സ്നാക്സ് സമൂസ, പത്തിരി, പഴംപൊരി, ഉഴുന്നുവട, പിന്നെ ബർഗർ ഉണ്ട്, ചിക്കൻ റോൾ ഉണ്ട്, പപ്സ് ഉണ്ട്, പിന്നെ മലബാർ പപ്സ് ഐറ്റം. ഇത്ര ഐറ്റംസ്. എത്ര രണ്ട് എടുക്കണം? 24 hours ആണ്. അപ്പൊ നിങ്ങളുടെ ഷിഫ്റ്റ് ആണോ? ഷിഫ്റ്റ്. ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആൾക്കാരെ, മോർണിംഗ് ഷിഫ്റ്റ് ഉള്ള ആൾക്കാരെ ഇപ്പോൾ വരുമല്ലേ? ഓക്കെ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ടീ കപ്സ് ആണ്. നല്ല ചായ, സ്നാക്സ്, ജ്യൂസ് എല്ലാ ഐറ്റംസും ഉണ്ട്. മെട്രോയുടെ എറണാകുളം സൗത്ത് മെട്രോയിലാണ്. അതിൻ്റെ താഴെ ഇറങ്ങുമ്പോൾ എൻട്രൻസിലുള്ള കടയാണ്. ഇവിടെ വരുമ്പോൾ മറക്കണ്ട, ഈ കട ടീ കപ്സ് എന്നാണ് പേര്. എറണാകുളത്തെ മെട്രോയുടെ താഴെയുള്ള അതിൻ്റെ പേര് തന്നെയാണ് മെട്രോ കഫേ. അവിടെയും നല്ല സ്നാക്സും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാഴ്ച സൗത്ത് മെട്രോ. ഇവിടുന്ന് വീഡിയോ ഒന്നും എടുക്കരുതെന്നൊക്കെയാണ്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് അങ്ങ് പോവാം. ഇവിടുത്തെ ഈ ചെറിയ കടകളൊക്കെ ഇപ്പം നമ്മൾ ആ കയറിയ ഈ കടകളൊക്കെ 60,000 രൂപയ്ക്കാണ്. 24 hours ആണ്. പകല് 4 പേര്, രാത്രി 2 പേര്, അങ്ങനെ 6 പേരൊക്കെ നിന്നാണ് ഷിഫ്റ്റ്. എന്നാലും ഈ പൈസ കൊടുത്ത് ഇത് മുതലാകത്തുള്ളൂ. താഴ്വശമാണ് ഇവിടെയൊക്കെ. ഇതാണ്ട് ഇങ്ങനെയൊക്കെയുള്ള കച്ചവടക്കാർ, പരദേശികളുടെ കച്ചവടമാണ് ഇവിടെയൊക്കെ. നല്ല കച്ചവടക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ബലൂൺ കച്ചവടം. ഇപ്പോൾ ഉത്സവ സീസൺ ഒന്നുമല്ല. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ഇപ്പോൾ താവളങ്ങൾ. ഇവിടത്തൊക്കെ തന്നെയാണ് ഈ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ കിടക്കുന്നതുമൊക്കെ ഒരു വലിയ കാഴ്ചയാണ്. താഴെ കിടന്ന് എത്ര പേരാണ് ഉറങ്ങുന്നത് കണ്ട്, ഉറങ്ങുന്ന കാഴ്ചയാണ്. ഈ സൗത്തിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളൊക്കെ മാറി. ഇപ്പോൾ പുതിയ ഹോട്ടലുകളും എല്ലാം നല്ല സെറ്റപ്പായിട്ടുള്ള ഹോട്ടലുകളാണ്. പക്ഷെ ഇവിടെ ലോട്ടറി കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒത്തിരി പേര് ലോട്ടറിക്കാരാണ്, ഇന്ത്യക്കാരാണ്. നമ്മുടെ മലയാളികളും ഉണ്ട്. ഒരു കട കണ്ട ചിപ്സിൻ്റെ മാത്രം, മലബാർ ചിപ്സ്. കച്ചേരിപ്പടിയിൽ നിന്ന് വരുന്ന പത്മ അങ്ങോ KSRTCയുടെ അവിടുന്ന് വരുന്ന റോഡാണ്. ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞ് തൃപ്പൂണിത്തുറയ്ക്കൊക്കെ ബസ് ഇവിടെ നിന്നാൽ കിട്ടും. നമുക്ക് ഇവിടുത്തെ ഈ ബസ് സ്റ്റോപ്പൊക്കെ ഒന്ന് കാണാം.
ഓട്ടോയൊക്കെ ഇങ്ങനെ കിടക്കുക. ഇപ്പം മഴയായതുകൊണ്ട് ഭയങ്കര ഡിമാൻഡാണ് ഇവർക്ക്. ബസ്സൊന്നും ഇല്ലെങ്കിലേ ഓട്ടോയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ. ഉണ്ടോ ബസ് വന്നോണ്ടോ? വൈറ്റിലേക്ക് എപ്പോഴും ഇവിടുന്ന് ബസ്സുണ്ട്. വൈറ്റില ഭാഗത്തേക്കുള്ള ബസ്സാണ് ഇതുവഴി കൂടുതലും വരുന്നത്. ഇവിടുത്തെ ഒരു പ്രഭാത കടയാണ്. ഇവിടെ കൂടുതലും മാഗസിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്നാക്സ്, ചായയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. MG റോഡാണ്. അതിന് മുമ്പ് വേണ്ട ബേക്ക് ഹൗസ്, ഇതെല്ലാം റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഏരിയയായി മാറി. അതിൻ്റെ അപ്പുറത്തും അതുപോലെ തന്നെ ദോശക്കട. ദോശകളുടെ വെറൈറ്റിയാണ് ഇവിടെ കട. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പനീർ ദോശയുണ്ട്, ഒനിയൻ ദോശയുണ്ട്, എഗ്ഗ് ദോശയുണ്ട്, ഊത്തപ്പമുണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, പ്ലെയിൻ റോസ്റ്റ് ഉണ്ട്, ഇഡ്ഡലിയുണ്ട്, വടയുണ്ട്, പൂരി മസാലയുണ്ട്. അങ്ങനെയുള്ളൊരു കടയാണിത്. ഈ കടയുടെ പേരാണ് ദോശ എക്സ്പ്രസ്. ദോശ എക്സ്പ്രസ് എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാം ഓർത്തോണം. MG റോഡിൻ്റെ സൈഡിലാണ്. വീണ്ടും ഒരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ബഹളമാണ്. മലബാർ ഡിഷ് എന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ നടന്ന് MG റോഡ് എത്തിയിരിക്കുകയാണ്. നമുക്ക് MG റോഡ് സ്റ്റേഷൻ്റെ അവിടെ വരെയാണ് പോകേണ്ടത്. നമ്മളിങ്ങനെ നടന്നൊക്കെ ഇങ്ങനെ രാവിലെ ആസ്വദിച്ച് പോകുന്നു വെച്ചു. മെട്രോയിലൊക്കെ പോയാൽ ടക്കെന്നങ്ങ് ഇല്ല. അവിടെ ഇപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഒരു 9:30 ആകുമ്പോൾ അവിടെ ചെന്നാൽ അതാ ഇങ്ങനെ നടക്കുന്നത്. മഴയായിട്ട് ക്രോസ് ചെയ്യാനൊക്കെ വലിയ പാടാണ്. രാവിലെ ഓഫീസ് ടൈമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ലേഡീസും കുട്ടികളും ജെൻസും ഒക്കെ പോകുന്ന കാഴ്ചയാണ് ഇവിടെ. പക്ഷെ മെട്രോ വന്നുകൊണ്ട് ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒത്തിരി തിരക്ക് കുറവാണ് ഇവിടെ. ആണ്ടോ നമ്മൾ പറഞ്ഞാൽ തന്നെ മെട്രോ പോകുന്നു, ആ കാഴ്ചയും കാണാം. അങ്ങനെ MG റോഡിലേക്ക് വന്ന് കയറുന്ന ഇവിടെ ഒരു കർവാണ് മെട്രോയുടെ. റോഡൊക്കെ വെള്ളമുണ്ട്. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ വെള്ളം വീഴും. അതിനുള്ള സാധ്യതകളുണ്ട്. ഇവിടുത്തെ ഈ MG റോഡിലേക്ക് വന്ന് കയറുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഒരു നല്ല ബ്യൂട്ടിയാണ്. ഈ മെട്രോ വന്നതോടുകൂടി കൊച്ചിയുടെ മുഖം മാറി. കൊച്ചിയുടെ സൗന്ദര്യം ഇപ്പോൾ എന്ത് മാറ്റം ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ വന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ മാറ്റങ്ങളാണ്. പഴയ ഒരു റെസ്റ്റോറൻ്റാണ് ആനന്ദഭവൻ. നല്ല ഫുഡാണ് അവിടെ. ഉടുപ്പി ആനന്ദഭവൻ. നല്ല വെജൊക്കെ വേണ്ടവർക്ക് നല്ല ഫുഡാണ് അവിടെ. മത്സര ഓട്ടവാ. വേറൊരു ചെറിയ കട, ചായക്കട. ഇവിടുത്തെ ഒരു വലിയ ഗ്രൂപ്പാണ് ഈ പോളക്കുളത്തെന്ന് പറയുന്നത്. ഇവർക്ക് ബാറ്, ലോഡ്ജ്, ഞങ്ങളെ വലിയ ഇതൊക്കെ ഉള്ള ഒരു സംരംഭകരാണ് പോളക്കുളത്തെന്ന് പറയുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് സുഭാഷ് പാർക്ക് മഹാരാജാസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് സുഭാഷ് പാർക്കിലോട്ടൊക്കെ പോകുന്ന വഴി. അതുപോലെ ചിൽഡ്രൻസ് പാർക്കൊക്കെ അവിടെയാണ്. ഇങ്ങനെ ഈ റൂട്ട് അങ്ങോട്ട് പോകണം. പടിഞ്ഞാറ് ഭാഗത്തേക്ക്, പടിഞ്ഞാറല്ല ലെഫ്റ്റ്. പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ല വീഡിയോയിൽ. മഹാരാജാസ് സ്റ്റേഷൻ MG റോഡല്ല, MG റോഡ് അടുത്തതാണ്. ഹൈക്കോർട്ട് അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഈ ബ്രോഡ്വേയിലോട്ടൊക്കെ പോകുന്ന വഴിയാണിത്. ഇതാണ് മഹാരാജാസ് കോളേജ് മെട്രോയുടെ സ്റ്റേഷനാണ്. മഴയായതുകൊണ്ട് ഇവിടെ ഭയങ്കരമായ രാവിലെയുള്ള യാത്രാ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. പഴയ മാതിരി ഇവിടുത്തെ ഒരു ബസ്സുകളുടെ തിരക്കൊക്കെ പഴയ മാതിരിയൊന്നുമില്ല. ബസ്സുകളൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നഷ്ടത്തിലതൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ എല്ലാം നീല കളറാണ്. പണ്ട് ഇവിടുത്തെ ഒരു വന്നു കഴിഞ്ഞാൽ ചുമല കളറ് മാത്രമായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി ഇപ്പം. ഇവിടെയൊക്കെ ഇപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം 2 വീലറിന് ഇതിൻ്റെ സൈഡിലൊക്കെ കിട്ടും. മഹാരാജാസിൻ്റെ ഫ്രണ്ടാണ് മെട്രോയുടെ. ഇവിടെയൊക്കെ പാർക്കിങ്. ഇതിപ്പോൾ ഭാവിയിൽ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇവിടെ നോ പാർക്കിംഗ് ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഇവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് പോകുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ പാർക്കിംഗ് ഫീ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രശസ്തമായ മഹാരാജാസ് കോളേജും അതിൻ്റെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടും ഒക്കെയാണ്. ഇപ്പോൾ അവിടെ പോച്ചയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇങ്ങേ സൈഡ് മാത്രം കുറേ വൃത്തിയാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ എല്ലാം പഴയ ഈ MG റോഡിലായിരുന്നു ഏകദേശം കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ. ഇപ്പം ഈ ഔട്ടർ ഏരിയയിലേക്ക് മാറി. എടപ്പള്ളി ഭാഗം തെളിഞ്ഞപ്പോഴത്തേക്ക് ആ റോഡിലേക്കൊക്കെ വെളിയിലോട്ട് മാറി. പ്രശസ്തമായ കടകളെല്ലാം തന്നെ ഇപ്പോൾ വെളിയിലാണെന്നുള്ളതാണ്. MG റോഡിലെ വെള്ളം കണ്ടോ? മെട്രോ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ റോഡൊക്കെ
ഇതിപ്പോൾ വെള്ളം ഒഴുകാനുള്ള സ്ഥലം കേരളത്തിൽ എങ്ങും ഇല്ല എന്നുള്ളതാണ്. ഇപ്പുറത്തുള്ള ചെറിയ കടയാണ്, ചെറിയ ചേട്ടൻ. ഇതാണ്ട് ചേട്ടൻ്റെ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സ്ഥാപനമാണ്. അവിടെ നല്ല പഴംപൊരി ഉണ്ട്, സമോസ ഉണ്ട്, പരിപ്പുവടയുണ്ട്, ഉഴുന്നോടെയുണ്ട്. അപ്പോൾ ചെറിയ കടകളാണ്. ഇവിടേക്കൊക്കെ വരുന്നെങ്കിൽ ഈ ചേട്ടനെ സഹായിക്കണം. നമ്മൾ എറണാകുളത്ത് വന്ന മെട്രോയിൽ എല്ലാവരും യാത്ര ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പം മെട്രോയിൽ പോയി മടുത്ത് ശരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു മെട്രോയുടെ താഴെ കൂടെ റോഡിൽ കൂടെ നടന്നുള്ള കാഴ്ചകൾ, ഒരു പ്രത്യേക കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാനാണ് നമ്മുടെ പ്രേക്ഷകർ. മഴയത്തെ ഉള്ള കാഴ്ചകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ MG റോഡിൽ വന്നപ്പം ഇവിടുത്തെ എറണാകുളത്തെ ഒരു മഴയുടെ കാഴ്ചകളൊക്കെയാണ്. അപ്പം നമ്മളെ വിളിച്ച് ഓരോരുത്തർ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞു, മെട്രോയുടെ ലൈറ്റ് കത്തുന്നില്ലെന്ന്. ശരിയാ, മെട്രോയുടെ ഇവിടെ കുറേ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, രാത്രി കത്തുന്നില്ല, അത് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മളോട് ക്യാമറ കണ്ടുകൊണ്ട് അവർ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കേട്ടോ. ഇത് കാണുന്നവരാരെങ്കിലും എറണാകുളത്തുകാരുണ്ടെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്തേരെ. മെട്രോയിൽ MG റോഡിലൊക്കെ ലൈറ്റ് അത്യാവശ്യമാണ്. ഇവിടെയാണ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. അതിന് തൊട്ട് ഇപ്പുറത്താണ് നമ്മുടെ പ്രശസ്തമായ ജയലക്ഷ്മി സിൽക്സിൻ്റെ കടയാണ് ആ കാണുന്നത്. അങ്ങനെ MG റോഡിലെ കാഴ്ചകൾ അങ്ങനെ കണ്ടു പോവുകയാണ്. എറണാകുളത്തെ കവിത തിയേറ്ററാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് ആബാദ് പ്ലാസ. ഫിലിം സ്റ്റാർസൊക്കെ വന്നാൽ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ MG റോഡിലെ കാഴ്ചകൾ നമ്മളിങ്ങനെ മുന്നോട്ട് കാണുകയാണ്. മഴ ഒരു ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. പിന്നെ നമ്മൾ പത്മ ജംഗ്ഷനിലെത്തി. പത്മ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പത്മ തിയേറ്ററാണ് ഇവിടെ കാണുന്നത്. സ്ക്രീൻ 1, സ്ക്രീൻ 2 അങ്ങനെ 2 സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. പടം ഏതൊക്കെയാണെന്ന് നോക്കാം. ലെവൽ ക്രോസ് എന്ന് പറയുന്ന ഒരു പടമാണ് ഓടുന്നത്. പിന്നെ താഴെ ഒരു ഹിന്ദി പടമാണ്. എറണാകുളത്തെ ഒരു വെയിറ്റ് ഷെഡ് കണ്ട, മഴ വന്നാൽ കയറി നിന്നാൽ നനയും, ഇരിക്കാൻ പറ്റത്തേ ഇല്ല. പുതിയ വെയിറ്റ് ഷെഡുകളെല്ലാം തന്നെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇരിക്കാൻ ഇവിടെ ചിലയിടത്തൊക്കെ ഒരു പൈപ്പെങ്കിലും കൊടുക്കും. ഇത് അതുമില്ല, ഒന്നുമില്ല. വേണ്ടേ, ഇവിടുത്തെ കാഴ്ചയാണിത്. കഷ്ടമാണ്. ഈ പുതിയ പരിഷ്കാരം ചെയ്ത ജനത്തിന്, പാവങ്ങളൊക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന, പകലാണെങ്കിലും ഇച്ചിരി കാറ്റുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം നിൽക്കാൻ പോലുള്ള ഇത് ഇടമില്ല. ആകെപ്പാടെ ഒരു 3, 3.5, 4 അടിയുണ്ട്. അതിനകത്ത് ഇന്ന് വേണ്ട മഴയും വെള്ളവും ആയാൽ ഒരു സുരക്ഷിതവും ഇല്ല എന്നുള്ളത്. MG റോഡ് സ്റ്റേഷനോട് തൊട്ടടുത്തുള്ളൊരു കടയാണ് റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ്. ഞാനിവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പേ ഒരു ബിരിയാണി എൻ്റെ അബദ്ധവശാൽ കഴിച്ചു. ഇതിന് മുകളിൽ കയറി പോകണം, 2 നില കയറി പോകണം. എൻ്റെ അവിടെയാണ് ഇരുന്ന് വേണം കഴിക്കാൻ. അത് തന്നെ ഒരു ബുദ്ധിമുട്ട്, മുകളിൽ കയറി പോകുന്നത്. ഒരു 4-5 ദിവസം വയറിന് പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചേ ഫുഡ് കഴിക്കാവൂ. അങ്ങനെ നമ്മൾ MG റോഡ് സ്റ്റേഷൻ വരെ വന്നിരിക്കുകയാണ്. ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വ്ളോഗുമായി കാണും വരെ നന്ദി, നമസ്കാരം.